ശബരിമല മോഷണത്തെക്കുറിച്ച് ഇന്ന് വരാനിരിക്കുന്നത് അതിനിർണായക വിധിയാണ്. സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇഡിയുടെ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി അല്പസമയത്തിനകം വിധി പറയുകയാണ്. സത്യത്തിൽ ഇഡി അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ വരുമ്പോൾ അത് പിണറായി സർക്കാരിനെ രക്ഷിക്കാനുള്ളൊരു ഏർപ്പാടാണോ എന്നൊക്കെ എല്ലാവരും കരുതുകയാണ് പതിവ്. അതാണ് ചരിത്രവും. പക്ഷേ കരുവന്നൂരും ലൈഫ് മിഷനും അതുപോലെ CBI ഏറ്റെടുത്ത ലാവലിനുമെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകുമ്പോൾ ഇത് തീർച്ചയായും ഇഡി പേടിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യാസം. കാരണം ഹൈക്കോടതി മേൽനോട്ടത്തിൽ വലിയ ഒരു ശതമാനം കള്ളന്മാരെയും പിടിച്ചു കഴിഞ്ഞ ഒരു കേസിൽ ഇഡിക്ക് അലംഭാവം കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ വന്നാൽ അവരുടെ ശക്തിയും കഴിവും എല്ലാം കാണിക്കാൻ ശബരിമല സ്വർണ്ണക്കേസിനെ അവർ ഉപയോഗിക്കും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ CPM-നും പിണറായിക്കും കിട്ടിയിട്ടുള്ളത്. അതായത് ഇതുവരെ നടന്ന പോലെ ഇഡിയെ നോക്കുകുത്തിയാക്കി അന്വേഷണം പ്രഹസനമാക്കാൻ കഴിയില്ല എന്നുള്ളത് ഇതുവരെ അറസ്റ്റിലായ ആളുകളുടെ ഉറ്റവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കരുവന്നൂർ പോലെയല്ല ശബരിമല. അതൊരു വൈകാരിക വിഷയമാണ്. അതിൽ വെള്ളം ചേർത്താൽ അതിന്റെ ദോഷം BJPക്ക് തന്നെയാണ്. പാതി തകർന്നു നിൽക്കുന്ന CPM-നെ പൂർണ്ണമായും തകർക്കുകയും അതിൽ നിന്ന് ലാഭം കൊയ്യുകയും ചെയ്യാം എന്നുള്ളതും BJP കണക്ക് കൂട്ടുകയാണ്. അതൊക്കെ കൊണ്ടാണ് ഇന്നത്തെ കോടതി വിധി വളരെ നിർണായകമാകുന്നത്. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ED കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്നാൽ മുഴുവൻ രേഖകൾ കൈമാറുന്നതിൽ SIT എതിർപ്പറിയിച്ചിട്ടുമുണ്ട്. ഇത് ആരട്ടിമറിക്കുമെന്നത് ആരാണ് ഭയക്കുന്നത് എന്നൊരു ചോദ്യമാണ് അവിടെ ഉയർന്നു വന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ഇനി കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്നും എന്നാൽ സമാന്തര അന്വേഷണം വേണ്ട എന്നുമാണ് SIT-യുടെ നിലപാട്. കൂടുതൽ പ്രതികളിലേക്ക് എത്തുന്നതിന് ഇത് തിരിച്ചടിയാകുമെന്നും SIT-ക്ക് വേണ്ടി പ്രോസിക്യൂഷൻ വാദിച്ചതാണ്. എന്നാൽ രേഖകൾ നൽകുന്നത് എങ്ങനെയാണ് ഒരു SIT-യുടെ അന്വേഷണത്തെ ബാധിക്കുന്നത് എന്നായിരുന്നു ED ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി അനുമതിയോടെയാണ് രേഖകൾ ആവശ്യപ്പെടുന്നത് എന്ന ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ് ED-യും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയ സംഘത്തിൻ്റെ പേരുകളൊക്കെ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾ ഉന്നയിച്ച ഒരു സ്ഥിതിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കോടതി അനുമതി നൽകിയാൽ, അവർ ശരിക്കും അന്വേഷിക്കാൻ കഴിഞ്ഞാൽ അനവധി പ്രമുഖരുടെ പണി പാളും എന്നുറപ്പാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇത് പാതി വഴിയിൽ തടയിടാനാണോ നീക്കം എന്നുള്ളത് ചിലർ സംശയിക്കുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അല്പസമയത്തിനകം വിധി പറയുമെന്നാണ് മനസ്സിലാകുന്നത്.